മീനച്ചൂടിനൊപ്പം തിരഞ്ഞെടുപ്പ് ചൂടും അങ്ങേയറ്റം ശക്തമായിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ വലിയ പ്രചരണ തിരക്കിലാണ്. എന്നോടൊപ്പം ഉള്ളത് നേമത്തെ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറാണ്. വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണ. എങ്ങനെയാണ് ഇവിടുത്തെ നേമത്തെ വിജയപ്രതീക്ഷ? പ്രത്യേകിച്ച് നേമം ഒരു സ്റ്റാർ മണ്ഡലമായിരിക്കുകയാണല്ലോ. അല്ല, വിജയപ്രതീക്ഷ അത് തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. ഞങ്ങൾ എല്ലാവരും പോയി കാണുന്നു. അവർ മുമ്പിൽ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നത് ഒരു മാറ്റം, ഈ ഇലക്ഷന് ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുക, ഒരു മാറ്റം കൊണ്ടുവരാൻ ഉള്ള ഇലക്ഷനായിട്ട് കാണുക. രാഷ്ട്രീയ സംസ്കാരവും ആ പഴയ വിവാദ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ട്. നരേന്ദ്രമോദിജിക്ക് ചെയ്ത് കാണിച്ച പോലെ തന്നെ ഇവിടെയും ഞങ്ങൾ വികസനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറയുന്നുണ്ട്. നേമത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്നാണ് നേമം എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ BJP പറയുന്നത് ഈ സീറ്റ് തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ LDF അടക്കം പറയുന്നത് ഈ സീറ്റ് ഒരിക്കലും തിരിച്ചു പിടിക്കാത്ത തരത്തിൽ പൂട്ടും എന്നുള്ള കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു UDF LDF ഒരു ഡീലുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അല്ല, അത് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞതല്ലേ, എത്ര മാസമായിട്ട് പറഞ്ഞതല്ലേ, ഇത് ജനങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറീസ് പൊളിറ്റിക്കൽ അലയൻസിൽ പങ്കാളികളല്ലേ CPM കോൺഗ്രസ്, ഇന്ത്യ അലയൻസ് എന്ന് പേര് കൊടുത്ത്. അപ്പോൾ അതിലാർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇവിടെ അവരുടെ ഒരുമിച്ച് കളി എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നെ ലോക്സഭയിൽ തോൽപ്പിച്ചത് എങ്ങനെയാണ്, അത് കോൺഗ്രസും CPM ഒരു അന്ധതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ കണ്ടു. പക്ഷേ ജനങ്ങളതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ, മുദ്രാവാക്യമല്ല, ഞങ്ങൾ വയ്ക്കുന്ന ഒരു കാര്യം, ഈ രണ്ട് പാർട്ടി രണ്ടല്ല, CPM കോൺഗ്രസും ഒന്നാണ്. അവർ 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറീസ് ഒന്നാണ്. ഇവിടെയും 70 കൊല്ലമായിട്ട് ഒന്നാണ്. ഇതിന് മുമ്പ് ജനങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. CPM വീഴുമ്പോൾ കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കുക, കോൺഗ്രസ് തെറ്റ് ചെയ്യുമ്പോൾ CPMന് മറ്റൊരു അവസരം കൊടുക്കുക. അതെല്ലാം മാറ്റാൻ ആണ് ഈ ഇലക്ഷൻ. ഇവർ രണ്ടുപേരും ഒന്നാണ്. ഇവരെ മാറ്റിവെച്ച്, എത്ര കൊല്ലം ഭരിച്ച ഈ രണ്ടുപേരെ മാറ്റിവെച്ച് ഒരു തുടക്കം, ഒരു പുതിയ വികസനത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരാൻ ജനങ്ങൾ ആവശ്യമാണ്. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി BJP NDA മുമ്പോട്ട് പോകുന്നു. ഇന്നലെ ഇപ്പോൾ ശശി തരൂർ നടത്തിയൊരു പരാമർശം എന്ന് പറയുന്നത് BJP 0 സീറ്റുള്ള ഒരു പാർട്ടിയാണ്. BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും തന്നെ ചെയ്യാനില്ല, ഭരിക്കാനോ ഭരണം നിർണ്ണയിക്കാനോ ഒന്നും കഴിയുന്ന ഒരു നിലപാട് BJPക്ക് ഇല്ല എന്നുള്ളത്. അതിലെന്താണ്? ഇല്ല, അതൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. അത് ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ശശി തരൂരോ VD സതീശനോ പിണറായി വിജയനോ എല്ലാവരും തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ പൂട്ടും താക്കോലും എല്ലാം പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയക്കാർ ആണല്ലോ ജനങ്ങൾ പറയുന്നത് മതിയായിന്ന്. ഈ വിവാദ രാഷ്ട്രീയം അല്ലല്ലോ ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. പറയുന്ന ആൾക്കാരെല്ലാം പറയാം. ഈ രാജ്യത്തിൽ പറയാൻ, അത് വെഡിത്തരം പറയാനും ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ അതിനൊന്നും പോകുന്നില്ല. ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു രാഷ്ട്രീയം BJP ഇന്ത്യയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു. ബാക്കി ജനങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് LDF BJP ഒരു ഡീല് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്, UDFന്റെ വോട്ട് വിഭജിക്കാനായിട്ട്. അതിനോട് എന്താണ് പ്രതികരണം? കോൺഗ്രസ് ഈ രാജ്യത്തിൽ, നാട്ടിൽ മാത്രമല്ല രാജ്യത്തിൽ ഏറ്റവും നാണമില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ഒരു ടൈറ്റിൽ, ഒരു ഗോൾഡ് മെഡൽ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കോൺഗ്രസിന് കൊടുക്കണം. കാരണം ഇവർ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് രാഷ്ട്രീയം ചെയ്യുന്ന ഒരു ഒറ്റ പാർട്ടിയാണ്. അതിൻ്റെ ഒരു B ടീമായിട്ട് മാറുന്നു CPM. ഇന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഒരാളോട് ചോദിച്ചാൽ, വ്യക്തിയോട് ചോദിച്ചാൽ, CPMൻ്റെ പാർട്ട്ണർ ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എന്നല്ലേ പറയുന്നത്. ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായി ഇവിടുന്ന് അടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ ഒരു അലയൻസിൻ്റെ ഭാഗമായിട്ട് ആരാണ് മത്സരിക്കുന്നത്? CPM കോൺഗ്രസ് അല്ലേ, ഒരു ഒറ്റ അലയൻസിൽ, അത് ഇന്ത്യ അലയൻസ്. പിന്നെ എന്തിനാണ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഈ ഒരു രീതി നിങ്ങൾ തുടരുന്നത്? അതിൻ്റെ കാലം കഴിഞ്ഞു. ഇനി ജനങ്ങളെ വിഡ്ഢിയാക്കി വോട്ട് നേടുന്ന കാലങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടിയ സംസ്ഥാനത്തിൽ കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ അഴിമതിൻ്റെ റെക്കോർഡ് സെറ്റ് ചെയ്യുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം പറയാണ്ട് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും പറയാം. CPMും BJPയും തമ്മിൽ ഒരു അന്ധധാരണേൻ്റെ എന്താണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി? 0%.
ഞങ്ങൾ എത്ര പ്രവർത്തകരെ കൊന്ന ഒരു പാർട്ടിയല്ലേ CPM. പിന്നെ എങ്ങനെയാണ് BJPയും CPM തമ്മിലൊരു അന്തരാണ്? ഇത് കോൺഗ്രസും CPM തമ്മിലാണ്. അത് ഓപ്പൺ സീക്രട്ടാണ്. പിന്നെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഈ രാഷ്ട്രീയം ആണ് ജനങ്ങൾ പറയുന്നത് മതിയായി CPM കോൺഗ്രസ്. ഇനിയും നമുക്ക് വേണ്ടത് വികസനമാണ്, BJP NDA ആണ്. ഇതാണ് ജനങ്ങൾ പറഞ്ഞത്. വേറൊരു കാര്യം, വലിയ ചൂടാണ്. എങ്ങനെയുണ്ട് ഈ തിരഞ്ഞെടുപ്പ് ചൂടും? ഞാൻ ലോക്സഭയിൽ മത്സരിച്ചാണ്. ഈ ചൂട് ഇതിനേക്കാളും കൂടുതൽ ചൂടായിരുന്നു. നോക്കൂ, ജനങ്ങളുടെ സ്നേഹം കിട്ടുമ്പോൾ ആ ചൂടുന്നൊരു ഒരു പ്രശ്നമല്ല. എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, BJP NDA സ്ഥാനാർത്ഥികൾ എവിടെ പോകുമ്പോഴും ഒരു വാം റിസപ്ഷനാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒരു മാറ്റം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം BJP NDA കൊണ്ടുവരുന്നു. ജനങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂടൊന്നും ഒരു ഇഷ്യൂ അല്ല. അപ്പോൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. 100%. അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പം നേമത്ത് ശക്തമായ പോരാട്ടം തന്നെയാണുള്ളത്. എന്തായാലും മീനച്ചൂടാണ്, വലിയ തിരഞ്ഞെടുപ്പ് ചൂട് കൂടിയാണ്. അതിലൊക്കെ സജീവമായി മുന്നോട്ടേക്ക് പോവുകയാണെന്ന് തന്നെയാണ് നേമത്തെ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട്, ഒരു വിഘടന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആളുകളിലേക്ക് എത്തുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് ആളുകളെ കാണുകയും വോട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആളുകൾ എന്തായാലും ഒപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേമത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വളരെ പ്രൈഡായിട്ടുള്ള ഒരു സീറ്റാണ് നേമം സീറ്റ്. അത് തിരിച്ചു പിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹവും ഉള്ളത്. അതുകൊണ്ട് ചൂടൊന്നും വകവയ്ക്കാതെ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ടേക്ക് പോകുക തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.